This is Chinmayi calling. I had an hotel booking today, so I'm waiting at the door. Actually, nobody is there. Could you please help me with this? Hello. Hello. അങ്ങനെ നമ്മൾ പെരുവഴിയിലായില്ല കേട്ടോ. റൂം കിട്ടി. കുറെ നേരം കഴിഞ്ഞിട്ടാണ് റൂം കിട്ടിയത്. അവിടെ നിന്ന് കാല് വേദനിച്ചിട്ട് വയ്യ. പ്ലസ് തണുപ്പ് കാറ്റ്. അത് സീ സൈഡ് ആയതുകൊണ്ട് ഇങ്ങനെ കാറ്റടിക്കുന്നതിനു എന്നിട്ട് ഉള്ളില് ഹോട്ടലിന്റെ ഉള്ളിൽ വരെ കയറാൻ പറ്റുന്നില്ല. കാരണം ഡോർ ലോക്ക്ഡ്, അവിടുത്തെ മെയിൻ ഡോർ ലോക്ക്ഡ്. ഫോൺ വിളിച്ചിട്ട് അവർ വരുന്നുമില്ല, ആരും റെസ്പോൺസേ കിട്ടിയിട്ടില്ല. ആ ഓണറിനെ ഞങ്ങള് വിളിച്ച് ഒരു 30-40 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും. ആൻഡ് അവരത് വോയിസ് മെയിലിലേക്കായിരുന്നു പോകുന്നത്. സോ ദാറ്റ്സ് വൈ ഞങ്ങള് വോയിസ് മെയിലും കുറെ ഇട്ടു. ആൻഡ് ഫൈനലി അവർ കോൾ ബാക്ക് ചെയ്തു. ആൻഡ് അവര് വീട്ടിലിരുന്നിട്ട് അവരെ CCTV-യിൽ അവര് ഞങ്ങൾ അവിടെ നിൽക്കുന്നതൊക്കെ കണ്ടിട്ടാണ് അയാൾക്ക് മനസ്സിലായത് ഞങ്ങൾ എത്തിയെന്ന്. അയാൾ കോൾസ് നോക്കിയതോ എന്തോ അറിയില്ല. ഭാഗ്യത്തിന് അവര് അങ്ങനെ കണ്ടു. എന്നിട്ട് എന്താ ഒരു വാട്സാപ്പിലോട്ട് പിൻ അയച്ചു. ബിൽഡിംഗിലേക്ക് ആക്സസ് കിട്ടേണ്ടിട്ട് ഒരു പിൻ ഉണ്ട്. ആ പിന്ന് അവര് അയച്ചു തന്നു. ആൻഡ് ഞങ്ങള് അത് ഇട്ടിട്ട് ഞങ്ങള് അകത്തേക്ക് പോയി നോക്കുമ്പം ലിഫ്റ്റ് പറഞ്ഞ സാധനമില്ല. അവിടെ ഒരു മനുഷ്യനും ഇല്ല കേട്ടോ. ആ ഹോട്ടലില് ലൈക് വേറെ റൂംസിൽ എല്ലാം സൈലന്റ് ആയിരുന്നു, ഒരാളും ഇല്ലായിരുന്നു അവിടെ. ആൻഡ് ഇവിടെ എന്താന്ന് വെച്ചാല് ബെൽ ബോയ് കോൺസെപ്റ്റും ഇല്ല. സോ ലിഫ്റ്റും ഇല്ല, ബെൽ ബോയ് കോൺസെപ്റ്റും ഇല്ല. അപ്പം നമ്മൾ തന്നെ എല്ലാം എടുത്തിട്ട് 3rd ഫ്ലോറിലായിരുന്നു ഞങ്ങൾ റൂം. സോ 3rd ഫ്ലോർ വരെ ഞങ്ങൾ ഓൾമോസ്റ്റ് 90 kg പ്ലസ് ബാക്കിയുള്ള ഒരു 15-20 kg ഞങ്ങൾ എടുത്തിട്ട് മേലോട്ട് പോയി. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിരുന്നു. ഇതൊരു പുതിയ സ്ഥലമാണ്. എല്ലാത്തിന്റെ കൂടെ ഒരു ടെൻഷനിൽ ഞങ്ങൾക്ക് അതൊന്നും വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. സാധനം കൊണ്ടുപോകുന്ന അത് ബോക്സ് ഒക്കെ പൊന്തിച്ച് കൈ വേദനിച്ചിട്ട് ഫുൾ വർക്കൗട്ട്. ഒരു 10 കിലോ കുറഞ്ഞിട്ടുണ്ടാവും. ആ 3 നില കേറി ഇറങ്ങി അങ്ങനെ അതൊരു എക്സ്പീരിയൻസ് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ എക്സ്പീരിയൻസ് വേണ്ട, നല്ല അഡ്വെഞ്ചർ ആയത്. സോ ഡിന്നറിന്റെ കാര്യം സോർട്ടഡ് ആണ്. ബിക്കോസ് അമ്പി ചേച്ചി ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് ഫുഡ് തന്നിരുന്നു. സോ അമ്പി ചേച്ചി, ഇഫ് യു ആർ വാച്ചിങ് ദിസ്, താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഞങ്ങള് ഗ്രോസറി ഷോപ്പിങ്ങിന് പോവാണ്. എന്തെങ്കിലും സ്നാക്ക് ഐറ്റംസ് അല്ലെങ്കിൽ റെഡി ടു ഈറ്റ് ഐറ്റംസ് വാങ്ങി വെക്കാന്ന് വിചാരിച്ചു. സോ അതിന് പോവാണ്. ഹലോ. സോ ഇത് ഞങ്ങളെ റൂമാണ്. എൻറ്റർ ചെയ്താല് ഇത്രേ ഉള്ളൂ. ആൻഡ് ഇവിടെ ഒരു കുട്ടി ബാത്റൂം ആൻഡ് ടോയ്ലറ്റ്. സോ ഞങ്ങളെ സാധനം കൊണ്ടുതന്നെ റൂമെന്ന് അറിഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഇപ്പം ഞങ്ങൾ ആക്ച്വലി പുറത്തു പോകാൻ പുറപ്പെടായിരുന്നു. UK വന്നാൽ നമ്മൾ റെസിഡൻസ് പെർമിറ്റ് എടുക്കണം. അത് നമ്മൾ ഇവിടുത്തെ ഇല്ലീഗൽ മൈഗ്രന്റ് അല്ല എന്ന് കാണിക്കേണ്ട ഒരു സംഭവമാണ്. നമ്മൾ വിസ വരുമ്പം തന്നെ നമ്മൾക്ക് ഒരു ലെറ്റർ വരും പാസ്പോർട്ടിന്റെ കൂട്ടത്തിൽ. സോ ആ ലെറ്ററിൽ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഏത് പിൻകോഡിലാണ് നിങ്ങളെ പോസ്റ്റ് ഓഫീസ് എന്ന്. സോ ആ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് വേണം നമ്മൾ ഈ റെസിഡൻസ് പെർമിറ്റ് കളക്ട് ചെയ്യാൻ. അത് കളക്ട് ചെയ്യുന്നവരെ എല്ലായിടത്തും നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒക്കെ നമ്മളെ കൂട്ടത്തിൽ പാസ്പോർട്ട് വെക്കേണ്ടതാണ്. ആൻഡ് ഈ റെസിഡൻസ് പെർമിറ്റ് കിട്ടിയാൽ പിന്നെ നമ്മൾ ആ റെസിഡൻസ് പെർമിറ്റ് എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ നമ്മൾ ആ റെസിഡൻസ് പെർമിറ്റ് എടുത്തിട്ട് പോകണം. എനി ടൈം ദർ മൈറ്റ് ബി ചെക്കിംഗ്. സോ അതിനെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നോക്കാൻ. സോ ലെറ്റ്സ് ഗോ. ഞങ്ങൾ നടന്നാണ് അങ്ങോട്ടേക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്നത്. സോ അറൌണ്ട് 30 minutes വാക്ക് ഉണ്ട് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും. അങ്ങനെ ഞങ്ങൾക്ക് BRP കിട്ടി. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു പാർക്കിൽ ഇങ്ങനെ ഫെയർ ഉണ്ടായിരുന്നു. അത് തന്നെ നമ്മളെ നാട്ടിലെ ഒരു ഉത്സവമേള പോലത്തെ ഒരു സംഭവമാണ്. അവിടെ പോയി നോക്കി കുറേ ഫൺ ആക്ടിവിറ്റീസ് കാണാൻ സാധിച്ചു.
ഞങ്ങളിപ്പോൾ കുറേ നേരമായി നടന്ന് ഇപ്പോൾ ഞങ്ങൾ ക്ഷീണമായിട്ട് ഇവിടെ ബ്രൈറ്റൺ പിയറിൻ്റെ അടുത്ത് വന്ന് ഇരിക്കുകയാണ്, ബ്രൈറ്റൺ ബീച്ചിൽ. ഇത് ആക്ച്വലി നിങ്ങൾക്ക് കാണാം, ഇത് ഫുള്ളി പെബിൾസിൻ്റെ ബീച്ചാണ്. ഇങ്ങനത്തെ പെബിൾസ് കൊണ്ട് നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ കുറേ സ്റ്റോൺസും മേലെ ആൾക്കാർ മാർക്കറിനെ കൊണ്ട് ഓരോ ഡിസൈൻസും ഓരോ ഫേസസും വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ തന്നെ മാർക്കറും ഉണ്ട്. ഇതിന്റെ കലാകാരൻ ഇസ് ഹിയർ. ഇതാ ഇനിയും കുറേ പീസസ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ബ്രൈറ്റൺ പാലസ് പിയർ. ഇതിനകത്ത് കുറേ അമ്യൂസ്മെന്റ് പാർക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് കടലിൻ്റെ കുറേ ദൂരം അവിടം വരെ പോയിട്ടുള്ള സംഭവമാണ്. സോ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ദിവസം പോകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വ്ളോഗ് ചെയ്യും. ഇവിടെ കുറേ സീഗൾസ് ഉണ്ട്, നമ്മളെ വിൻഡോയിലും വന്ന് ഇരിക്കാറുണ്ട്. ഇന്ന് വളരെ സണ്ണി ആയിട്ടുള്ള ഒരു ദിവസം ആയതുകൊണ്ട് കുറേ ആൾക്കാരുണ്ട് ഇവിടെ. സോ ദാറ്റ് വാസ് ഓൾ ഫോർ ദിസ് വീഡിയോ. നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ഐ നോ ഇന്നത്തെ വീഡിയോ കുറച്ച് ചെറുതായി പോയിരുന്നു. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇനി രസകരമായിട്ടുള്ള സംഭവങ്ങളായിട്ട് വരുന്നതായിരിക്കും. സോ സീ യു സൂൺ. ബൈ.